ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിൽ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്ത റെസിപ്പി ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 4-5 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് ചൂടായപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായപ്പോഴത്തേക്കും നമ്മൾ ആ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് നല്ലതായിട്ടൊന്ന് അതായത് നമ്മളുടെ നെയ്ക്കകത്ത് കിടന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുന്ന സമയത്തേക്കും നമ്മൾ 1 കപ്പ് നല്ല പശുമ്പാൽ ഇല്ലേ, കട്ടി പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പാലിൽ കിടന്നങ്ങോട്ട് വെന്ത് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ ഹൽവ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നാട്ടിലുള്ളവർ വിചാരിക്കും നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സംഭവമാണെന്നേ. സംഭവം അങ്ങനെയല്ല. ഇവിടുത്തെ ഹൽവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി കഴിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ സൂചിയുടെ ഹൽവ. ഇനിയിപ്പം നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നീട് അതായത് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പഞ്ചസാര ചേർക്കാതെ എന്തായാലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 8 മുതൽ 10 വരെ ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2-3 ഏലക്കയും കൂടി കുത്തിച്ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കിടന്നൊന്ന് വെന്ത് വറ്റി നല്ല പാകമായിട്ട് വരട്ടെ. നല്ല കുറുകി എന്താ പറയുക, അതിൻ്റെ ആ പാലിൻ്റെയൊക്കെ അംശമൊക്കെ മാറിയിട്ട് നമ്മളിനി നല്ല രീതിയിൽ ഇതൊന്ന് വരട്ടി അതായത് പാലൊന്ന് വറ്റിയിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാം. ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഭവം ടേസ്റ്റിയാണ്. ഒന്നും ചേർത്തില്ലെങ്കിലും സംഭവം നല്ല കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ല സീസണാണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. തണുപ്പല്ലേ, ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ ക്യാരറ്റൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളുടെ ഹൽവ എല്ലാം റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 2 ക്യാരറ്റ് ഉണ്ടെങ്കിലും അത് മതി. ഇതിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടും വലിയ ക്യാരറ്റ് ഏകദേശം ഒരു 1/2 കിലോ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് കുറയും. അപ്പോൾ നിങ്ങളൊരു 1 കിലോ ഒക്കെ കണക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നെയ്യും കൂടെ ചേർത്തോണേ. നെയ്ക്കകത്താണ് സത്യം പറയുന്നത് നന്നായിട്ട് വാട്ടേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, അതുപോലെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒന്നും ചേർത്തിട്ടില്ല, അതായത് ഫ്ലേവറിനായിട്ട് നമ്മൾ ഏലക്ക അല്ലാണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിലും ഒന്നും പറയണ്ട, കിടക്കാച്ചി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.